അർത്ഥനഗ്നനായ ഫക്കീർ. ഗാന്ധിജിയെ ആ പേരിട്ട് ആദ്യം വിളിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. കോട്ടും സ്യൂട്ടുമിട്ട ബാരിസ്റ്റർ മോഹൻദാസിൽ നിന്ന് അർത്ഥനഗ്നനായ ഫക്കീറിലേക്കുള്ള ഗാന്ധിയുടെ പരിവർത്തനം, അത് ഇന്ത്യയെ തേടിയുള്ള അനേകായിരം യാത്രയ്ക്കിടെ സംഭവിച്ചതാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങും മുൻപ് ഗാന്ധിജി ലണ്ടനിൽ ചെന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ കണ്ടിരുന്നു, തൻ്റെ ഗുരുവിനെ. തിരിച്ച് ജന്മനാട്ടിലെത്തിയാൽ എന്തൊക്കെ ചെയ്യണമെന്ന ഉപദേശം തേടുകയായിരുന്നു ഉദ്ദേശം. ഗോഖലെ ഒരു കാര്യം ഊന്നിപ്പറഞ്ഞു: ഇന്ത്യയിലെത്തിയാൽ അല്പകാലം പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കണം, പകരം ജന്മനാടിനെ അറിയാനായി യാത്രകൾ നടത്തണം. അങ്ങനെ 1915 ജനുവരിയിൽ രാജ്കോട്ടിൽ ആരംഭിച്ച ആ യാത്രകൾ ആ മഹാത്മാവിൻ്റെ അവസാന ശ്വാസം വരെയും തുടർന്നു. തീവണ്ടിയുടെ 3ാം ക്ലാസ് മുറിയുടെ മൂലയ്ക്കിരുന്നും ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ കാൽ നടന്നുമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവിനെ, ഇന്ത്യ എന്ന ആശയത്തെ ഗാന്ധിജി കണ്ടെടുത്തത്. 1921 സെപ്റ്റംബർ മാസം 21 മദ്രാസിൽ നിന്ന് മധുരയിലേക്കുള്ള തീവണ്ടി യാത്രയിൽ തലപ്പാവടക്കമുള്ള ഗുജറാത്തികളുടെ ദേശീയ വസ്ത്രമായിരുന്നു ഗാന്ധിയുടെ വേഷം. ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗാന്ധിജി അവരോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു മുണ്ട് വാങ്ങുന്നതിന് പോലും കാശില്ലാത്തതിൻ്റെ ദൈന്യത തിരിച്ചവർ പങ്കുവച്ചു. ഇതോടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം അർത്ഥനഗ്നരായി കഴിയുമ്പോൾ താൻ എങ്ങനെയാണ് ദേഹം മൂടിപ്പൊതിഞ്ഞ് സഞ്ചരിക്കുക എന്നതായി ഗാന്ധിജിയുടെ ചിന്ത. മദ്രാസിൽ നിന്ന് മധുരയിലെത്തിയതിൻ്റെ പിറ്റേന്ന് രാമനാഥപുരത്തേക്ക് പോവാൻ ഗാന്ധിജി ഇറങ്ങിയത് ഒറ്റമുണ്ടും ഒരു മുളവടിയും അരയിൽ ഇംഗർസോൾ വാച്ചുമായാണ്. ആ ലളിതവേഷം ജീവിത അവസാനം വരെ മാറ്റിയതേയില്ല. ജീവിതമാണ് ഗാന്ധിജിയുടെ സന്ദേശം. മഹാപുരുഷന്റെ യാത്രാവഴികളിൽ 5 തവണ കേരളത്തിലെത്തി എന്നത് നമ്മുടെ സുഹൃതം.